ഒന്ന് മക്കബായർ എന്ന പുസ്തകത്തിൽ നിന്നുള്ള വായന 4-ാം അധ്യായം. ഗോർജിയാസിൻ്റെ മേൽ വിജയം. യഹൂദരുടെ പാളയത്തിൽ മിന്നലാക്രമണം നടത്തുന്നതിന് ഗോർജിയാസ് 5000 ഭടന്മാരെയും മികച്ച 1000 കുതിരപ്പടയാളികളെയും കൂട്ടി രാത്രിയിൽ പുറപ്പെട്ടു. കോട്ടയിൽ താമസിച്ചിരുന്നവരാണ് അവന് വഴികാട്ടിയത്. യൂദാസ് ഇതറിഞ്ഞ് തൻ്റെ ശക്തരായ സഹചരന്മാരോടുകൂടെ എമ്മാവൂസിലുള്ള രാജസൈന്യത്തെ ആക്രമിക്കാൻ പുറപ്പെട്ടു. സൈന്യം അപ്പോൾ പാളയത്തിൽ ഉണ്ടായിരുന്നില്ല. ഗോർജിയാസ് രാത്രി യൂദാസിൻ്റെ പാളയത്തിലെത്തിയപ്പോൾ ആരെയും കണ്ടില്ല. അവർ ഓടി രക്ഷപ്പെടുകയാണ് എന്ന് പറഞ്ഞ് അവൻ അവരെ തെരഞ്ഞ് മലകളിലേക്ക് പോയി. പ്രഭാതമായപ്പോൾ യൂദാസ് 3000 പേരോടുകൂടി സമതലത്തിലെത്തി. ആവശ്യത്തിന് വാളും പരിചയും അവർക്ക് ഉണ്ടായിരുന്നില്ല. വിജാതീയരുടെ പാളയം കോട്ടകളാൽ സുരക്ഷിതവും കുതിരപ്പടയാൽ വലയിതവുമാണെന്ന് അവർ കണ്ടു. പടയാളികൾ യുദ്ധപരിശീലനം നേടിയവരുമായിരുന്നു. യൂദാസ് അനുചരന്മാരോട് പറഞ്ഞു, അവരുടെ എണ്ണം കണ്ട് പരിഭ്രമിക്കേണ്ട. അവർ ആക്രമിക്കുമ്പോൾ ഭയപ്പെടുകയും അരുത്. സൈന്യസമേതം അനുധാവനം ചെയ്ത ഫറവോയിൽ നിന്ന് ചെങ്കടലിൽ വെച്ച് നമ്മുടെ പിതാക്കന്മാർ രക്ഷിക്കപ്പെട്ടതെങ്ങനെയെന്ന് ഓർക്കുവിൻ. അവിടുന്ന് നമ്മിൽ പ്രസാദിച്ച് നമ്മുടെ പിതാക്കന്മാരോട് ചെയ്ത ഉടമ്പടി ഓർമ്മിക്കുകയും നമ്മെ ആക്രമിക്കുന്ന ഈ സൈന്യത്തെ ഇന്ന് നശിപ്പിക്കുകയും ചെയ്യേണ്ടതിന് നമുക്ക് ദൈവത്തെ വിളിച്ചപേക്ഷിക്കാം. ഇസ്രായേലിനെ രക്ഷിക്കുന്ന ഒരു വിമോചകനുണ്ടെന്ന് വിജാതീയർ അപ്പോൾ അറിയും. വിദേശീയർ തല ഉയർത്തി നോക്കിയപ്പോൾ യഹൂദ സൈന്യം എതിരെ വരുന്നത് കണ്ടു. അവർ യുദ്ധസന്നദ്ധരായി പാളയത്തിൽ നിന്ന് പുറത്തു വന്നു. യൂദാസിൻ്റെ ആളുകൾ കാഹളം മുഴക്കി യുദ്ധം ആരംഭിച്ചു. വിജാതീയർ പരാജിതരായി സമതലത്തിലേക്ക് പലായനം ചെയ്തു. പിൻനിരയിൽ ഉണ്ടായിരുന്നവരെ വാളിനിരയാക്കിക്കൊണ്ട് യൂദാ സൈന്യം ശത്രുക്കളെ ഗസാറ, ഇദുമയ സമതലം, അസോത്തോസ്, യംനിയ എന്നിവിടങ്ങൾ വരെ പിന്തുടർന്ന് 3000-ഓളം പേരെ വധിച്ചു. അനന്തരം യൂദാസും പടയാളികളും മടങ്ങിപ്പോന്നു. യൂദാസ് ജനത്തോട് പറഞ്ഞു, നിങ്ങൾ കൊള്ളവസ്തുക്കളെ മോഹിക്കരുത്. നമുക്ക് ഇനിയും യുദ്ധം ചെയ്യാനുണ്ട്. ഗോർജിയാസും സൈന്യവും മലകളിൽ അടുത്തു തന്നെയുണ്ട്. ഇപ്പോൾ ശത്രുക്കളെ ചെറുത്തു തോൽപ്പിക്കുവിൻ. പിന്നീട് കൊള്ള മുതൽ യഥേഷ്ടം കൈക്കലാക്കാം. യൂദാസ് ഇത് പറഞ്ഞു തീരുന്നതിന് മുൻപ് തന്നെ മലകളിൽ നിന്ന് ഒരു പടനീക്കം കാണാറായി. തങ്ങളുടെ സൈന്യത്തെ യഹൂദർ തുരത്തിയെന്നും പാളയത്തിന് തീവച്ചുവെന്നും അവർ മനസ്സിലാക്കി. ഉയർന്നുകൊണ്ടിരുന്ന പുക ഇതിന് തെളിവായിരുന്നു. സംഭവം മനസ്സിലാക്കിയപ്പോൾ ഭയവിഹ്വലരായ അവർ യൂദാസിൻ്റെ സൈന്യം സമതലത്തിൽ യുദ്ധത്തിന് തയ്യാറായി നിൽക്കുന്നത് കണ്ട് ഫിലിസ്തീയരുടെ നാട്ടിലേക്ക് ഓടി രക്ഷപ്പെട്ടു. അനന്തരം യൂദാസും കൂട്ടരും ശത്രുപാളയം കൊള്ളയടിക്കാൻ മടങ്ങി വന്നു. ധാരാളം സ്വർണവും വെള്ളിയും നീല ധൂമ്ര വർണ്ണങ്ങളിലുമുള്ള വസ്ത്രങ്ങളും വിലയേറിയ മറ്റു സാധനങ്ങളും അവർക്ക് ലഭിച്ചു. മടങ്ങിപ്പോരും വഴി അവർ ദൈവത്തിന് സ്തുതികളും കീർത്തനങ്ങളും പാടി. എന്തെന്നാൽ അവിടുന്ന് നല്ലവനാണ്, അവിടുത്തെ കാരുണ്യം ശാശ്വതമാണ്. അങ്ങനെ ഇസ്രായേലിന് അന്ന് വലിയൊരു വിമോചനം കൈവന്നു. ലിസിയാസിൻ്റെ ആക്രമണം. വിദേശീയരിൽ രക്ഷപ്പെട്ടവർ ലിസിയാസിൻ്റെ അടുക്കൽ ചെന്ന് സംഭവിച്ചതെല്ലാം അറിയിച്ചു. അവൻ പരിഭ്രാന്തനും നഷ്ടധൈര്യനുമായി. കാരണം താൻ ഉദ്ദേശിച്ചതുപോലെ ഇസ്രായേലിനെ തോൽപ്പിക്കുന്നതിനോ രാജാവ് തന്നോട് കൽപ്പിച്ച പ്രകാരം കാര്യങ്ങൾ നടത്തുന്നതിനോ അവന് സാധിച്ചില്ല. എന്നാൽ അടുത്ത വർഷം യഹൂദരെ കീഴ്പ്പെടുത്താൻ 60,000 ധീര യോദ്ധാക്കളെയും 5000 കുതിരപ്പടയാളികളെയും അവൻ സജ്ജമാക്കി. അവർ ഇദുമയായിലെ ബത്സൂറിൽ എത്തി പാളയമടിച്ചു. യൂദാസ് 10,000 പേരോടുകൂടി അവരെ നേരിട്ടു. ശത്രു സൈന്യം ശക്തമാണെന്ന് കണ്ട് അവൻ പ്രാർത്ഥിച്ചു, ഇസ്രായേലിൻ്റെ രക്ഷക, അങ്ങ് വാഴ്ത്തപ്പെട്ടവനാകുന്നു. അങ്ങയുടെ ദാസനായ ദാവീദിൻ്റെ കരത്താൽ ശക്തനായ പോരാളിയുടെ ആക്രമണം തകർക്കുകയും സാവൂളിൻ്റെ പുത്രനായ ജോനാത്താൻ്റെയും അവൻ്റെ ആയുധവാഹകൻ്റെയും കരങ്ങളിൽ അങ്ങ് ഫിലിസ്തീയരുടെ പാളയം ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തല്ലോ. അതുപോലെ അങ്ങയുടെ ജനമായ ഇസ്രായേലിൻ്റെ കൈകളിൽ ഈ സൈന്യത്തെ ഏൽപ്പിച്ചു തരണമേ. അവർ തങ്ങളുടെ പട്ടാളത്തെയും കുതിരപ്പടയെയും കുറിച്ച് ലജ്ജിതരാകട്ടെ. ഭീരുത്വം കൊണ്ട് അവരെ നിറയ്ക്കണമേ. അവരുടെ ആത്മധൈര്യത്തെ കെടുത്തിക്കളയണമേ. തങ്ങളുടെ നാശത്തെയോർത്ത് അവർ വിറകൊള്ളട്ടെ. അങ്ങയെ സ്നേഹിക്കുന്നവരുടെ വാളിന് അവരെ ഇരയാക്കണമേ. അങ്ങയുടെ നാമം അറിയുന്നവർ അങ്ങയെ പാടിപ്പുകഴ്ത്തട്ടെ.
തുടർന്ന് ഇരുവിഭാഗങ്ങളും ഏറ്റുമുട്ടി. ലിസിയാസിന്റെ സൈന്യത്തിൽ 5000 പേർ കൊല്ലപ്പെട്ടു. തൻ്റെ പട്ടാളത്തിൻ്റെ പതനവും ധീരമായി ജീവിക്കുകയോ മരിക്കുകയോ ചെയ്യാനുള്ള യഹൂദ സൈന്യത്തിൻ്റെ സന്നദ്ധതയും കണ്ട് ലിസിയാസ് മുൻപത്തേക്കാൾ വലിയൊരു സൈന്യത്തോടുകൂടി യൂദയ ആക്രമിക്കാൻ തീരുമാനിച്ചു. അവർ അന്തിയോക്യയിൽ ചെന്ന് ഒരു കൂലി പട്ടാളത്തെ ശേഖരിച്ചു. ദേവാലയ വിശുദ്ധീകരണം. യൂദാസും സഹോദരന്മാരും പറഞ്ഞു, ഇതാ നമ്മുടെ ശത്രുക്കൾ തോൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. നമുക്ക് പോയി വിശുദ്ധ സ്ഥലം വിശുദ്ധീകരിച്ച് പ്രതിഷ്ഠിക്കാം. സൈന്യത്തെ മുഴുവൻ വിളിച്ചുകൂട്ടി അവർ സിയോൻ മലയിൽ കയറി ചെന്നു. അവിടെ പരിത്യക്തമായ വിശുദ്ധ മന്ദിരവും അശുദ്ധമാക്കപ്പെട്ട ബലിപീഠവും അഗ്നിക്കിരയാക്കിയ വാതിലുകളും അവർ കണ്ടു. മലകളിലോ കാടുകളിലോ എന്ന പോലെ അങ്കണങ്ങളിൽ കുറ്റിച്ചെടികൾ വളർന്നു നിന്നിരുന്നു. പുരോഹിതന്മാരുടെ മുറികൾ തകർന്നു കിടക്കുന്നു. അവർ വസ്ത്രം കീറി ഉച്ചത്തിൽ വിലപിക്കുകയും ചാരം പൂശുകയും ചെയ്തു. അവർ കമിഴ്ന്നു വീണു. സൂചക കാഹളം മുഴക്കുകയും ദൈവത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്തു. അനന്തരം താൻ വിശുദ്ധ സ്ഥലം വിശുദ്ധീകരിക്കുന്നതുവരെ കോട്ടയിലുള്ളവർക്കെതിരെ യുദ്ധം ചെയ്യാൻ യൂദാസ് കുറേ പേരെ നിയോഗിച്ചു. നിഷ്കളങ്കരും നിയമത്തോട് കൂറുള്ളവരുമായ പുരോഹിതന്മാരെ അവൻ തിരഞ്ഞെടുത്തു. അവൻ വിശുദ്ധ സ്ഥലം വിശുദ്ധീകരിക്കുകയും അശുദ്ധമാക്കപ്പെട്ട കല്ലുകൾ ശുദ്ധമല്ലാത്ത ഒരു സ്ഥലത്ത് മാറ്റിവെക്കുകയും ചെയ്തു. അശുദ്ധമാക്കപ്പെട്ട ദഹനബലിപീഠം എന്തു ചെയ്യണം എന്ന് അവർ ആലോചിച്ചു. വിജാതീയർ അശുദ്ധമാക്കിയ ബലിപീഠം തങ്ങൾക്ക് ആക്ഷേപകരമായി തീരാതിരിക്കേണ്ടതിന് അത് നശിപ്പിച്ച് കളയുക തന്നെയാണ് വേണ്ടതെന്ന് അവർ തീരുമാനിച്ചു. അതനുസരിച്ച് അവർ അത് തച്ചുടയ്ക്കുകയും അതിൻ്റെ കല്ലുകൾ എന്തു ചെയ്യണമെന്ന് ഒരു പ്രവാചകൻ വന്ന് നിർദ്ദേശിക്കുന്നതുവരെ അവ ദേവാലയം സ്ഥിതി ചെയ്യുന്ന കുന്നിൽ തന്നെ സൗകര്യപ്രദമായ ഒരു സ്ഥലത്ത് സൂക്ഷിക്കുകയും ചെയ്തു. പിന്നീട് അവർ നിയമം നിർദ്ദേശിക്കുന്ന പ്രകാരം ചെത്തിമിനുക്കാത്ത കല്ലുകൾ കൊണ്ട് മുൻപത്തേതുപോലെ ഒരു ബലിപീഠം നിർമ്മിച്ചു. വിശുദ്ധ സ്ഥലവും ദേവാലയ അന്തർഭാഗവും വീണ്ടും നിർമ്മിക്കുകയും അങ്കണങ്ങൾ വിശുദ്ധീകരിക്കുകയും ചെയ്തു. അവർ വിശുദ്ധ പാത്രങ്ങൾ പുതുതായി ഉണ്ടാക്കി. വിളക്കുകാലും ധൂപപീഠവും മേശയും ദേവാലയത്തിലേക്ക് കൊണ്ടുവന്നു. അവർ പീഠത്തിൽ ധൂപമർപ്പിക്കുകയും വിളക്കുകാലിലെ ദീപങ്ങൾ തെളിക്കുകയും ചെയ്തു. ദേവാലയത്തിനുള്ളിൽ പ്രകാശം പരന്നു. അവർ അപ്പം മേശമേൽ വച്ചു തിരശ്ശീല ഇടുകയും ചെയ്തു. അങ്ങനെ തുടങ്ങിയ പ്രവൃത്തികളെല്ലാം അവർ പൂർത്തിയാക്കി. 148 വർഷം 9 മാസമായ കിസ്ലേവിൻ്റെ 25 ദിവസം അവർ അതിരാവിലെ ഉണർന്ന് പുതുതായി പണിത ദഹന ബലിപീഠത്തിന്മേൽ വിധിപ്രകാരം ബലിയർപ്പിച്ചു. വിജാതീയർ ബലിപീഠം അശുദ്ധമാക്കിയതിൻ്റെ വാർഷിക ദിവസത്തിൽ തന്നെ ഗാനാലാപത്തോടും വീണ, കിന്നരം, കൈത്താളം എന്നിവയുടെ അകമ്പടിയോടും കൂടി അവർ അതിൻ്റെ പുനഃപ്രതിഷ്ഠ നടത്തി. തങ്ങൾക്ക് വിജയം നേടിത്തന്ന ദൈവത്തെ ജനങ്ങളെല്ലാവരും സാഷ്ടാംഗം വീണ് ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്തു. 8 ദിവസത്തേക്ക് അവർ ബലിപീഠത്തിൻ്റെ പ്രതിഷ്ഠ ആഘോഷിച്ചു. ആഹ്ലാദപൂർവ്വം ദഹനബലികൾ അർപ്പിച്ചു. മോചനത്തിൻ്റെയും സ്തുതിയുടേതുമായ ഒരു ബലിയും അവർ അർപ്പിച്ചു. ദേവാലയത്തിൻ്റെ മുൻവശം സ്വർണമകുടങ്ങളും പരിചകളും കൊണ്ട് അലങ്കരിച്ചു. വാതിലുകൾ പുനരുദ്ധരിക്കുകയും പുരോഹിതന്മാരുടെ മുറികൾ നന്നാക്കി അവയ്ക്ക് കതകുകൾ പിടിപ്പിക്കുകയും ചെയ്തു. ജനങ്ങളിൽ ആഹ്ലാദം തിരതള്ളി. വിജാതീയരുടെ പരിഹാസത്തിന് അറുതി വന്നു. ആണ്ടുതോറും കിസ്ലേവ് മാസത്തിൻ്റെ 25 ദിവസം മുതൽ 8 ദിവസത്തേക്ക് ആനന്ദത്തോടും ആഹ്ലാദത്തോടും കൂടെ ബലിപീഠ പ്രതിഷ്ഠയുടെ ഓർമ്മ ആചരിക്കണം എന്ന് യൂദാസും സഹോദരന്മാരും ഇസ്രായേൽ സമൂഹവും കൂടി തീരുമാനിച്ചു. വിജാതീയർ വീണ്ടും വന്ന് തകർത്ത് കളയാതിരിക്കത്തക്ക വിധം സിയോൻ മലയുടെ ചുറ്റും ഉയർന്ന മതിലുകളും ബലമേറിയ ഗോപുരങ്ങളും പണിത് അവർ അതിനെ സുരക്ഷിതമാക്കി. അവൻ ഒരു കാവൽ സൈന്യത്തെ നിയോഗിച്ചു. ഇദുമയായുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷ നേടാൻ ജനങ്ങൾക്ക് ഒരു ശക്തിദുർഗമായി ബേത്സൂറിനെ കോട്ടകളാൽ ബലപ്പെടുത്തുകയും ചെയ്തു. 5-ാം അധ്യായം. ഇദുമേയർക്കും അമ്മോന്യർക്കുമെതിരെ. ബലിപീഠം പണിതെന്നും വിശുദ്ധ സ്ഥലം പുനഃപ്രതിഷ്ഠിച്ചെന്നും അറിഞ്ഞപ്പോൾ ചുറ്റുമുള്ള വിജാതീയർ അത്യധികം കുപിതരായി. തങ്ങളുടെ ഇടയിൽ വസിച്ചിരുന്ന യാക്കോബ് വംശജരെ നശിപ്പിക്കാൻ അവർ ഉറച്ചു. ജനത്തെ വധിക്കാനും നശിപ്പിക്കാനും തുടങ്ങി. ഇദുമയായിലുള്ള ഏസാവിൻ്റെ മക്കളെ യൂദാസ് അക്രബത്തേനയിൽ വെച്ച് ആക്രമിച്ചു. കാരണം
അവൻ ഇസ്രായേലിനെ ആക്രമിക്കാൻ തക്കം നോക്കി കഴിയുകയായിരുന്നു. അവൻ അവർക്ക് കനത്ത ആഘാതം ഏൽപ്പിച്ചു. അവരെ അവമാനിതരാക്കുകയും കൊള്ളയടിക്കുകയും ചെയ്തു. തൻ്റെ ജനത്തിന് കെണിയൊരുക്കുകയും പെരുവഴികളിൽ അവർക്കെതിരെ ഒളിപ്പോര് നടത്തുകയും ചെയ്തിരുന്ന ബയാൻ സന്തതികളുടെ ദുഷ്ടതയും യൂദാസ് ഓർമ്മിച്ചു. അവൻ അവരെ അവരുടെ ഗോപുരങ്ങളിൽ അടച്ചു. അവരെ നിശ്ശേഷം നശിപ്പിക്കണം എന്നുറച്ചുകൊണ്ട് അവൻ അവർക്കെതിരെ പാളയമടിച്ചു. ഗോപുരങ്ങളെയും അവയിലുണ്ടായിരുന്നവരെയും അഗ്നിക്കിരയാക്കി. പിന്നീട് അവൻ അമ്മോന്യർക്കെതിരെ തിരിഞ്ഞു. തിമോത്തേയോസിൻ്റെ നേതൃത്വത്തിൽ പ്രബലമായ ഒരു സൈന്യത്തെയും വളരെയധികം ആളുകളെയും അവിടെ അവന് നേരിടേണ്ടി വന്നു. ഒട്ടേറെ യുദ്ധങ്ങൾ ചെയ്ത് അവൻ അവരെ നിശ്ശേഷം പരാജയപ്പെടുത്തി. യാസേറും ചുറ്റുമുള്ള ഗ്രാമങ്ങളും പിടിച്ചടക്കിയതിനു ശേഷം അവൻ യൂദായിലേക്ക് മടങ്ങി. ഗിലെയാദിലും ഗലീലിയിലും യുദ്ധം. ഗിലെയാദിലെ വിജാതീയർ തങ്ങളുടെ നാട്ടിൽ വസിച്ചിരുന്ന ഇസ്രായേല്യർക്കെതിരെ സംഘടിച്ച് അവരെ നശിപ്പിക്കാൻ മാർഗമാരാഞ്ഞു. എന്നാൽ അവർ ദത്തേമ കോട്ടയിൽ അഭയം തേടി യൂദാസിനും സഹോദരന്മാർക്കും ഇപ്രകാരം ഒരു കത്തയച്ചു: ഞങ്ങളുടെ ചുറ്റുമുള്ള വിജാതീയർ ഞങ്ങളെ നശിപ്പിക്കാൻ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. ഞങ്ങൾ അഭയം പ്രാപിച്ചിരിക്കുന്ന കോട്ട പിടിച്ചടക്കാനുള്ള ശ്രമത്തിലാണവർ. തിമോത്തേയോസാണ് അവരുടെ നേതാവ്. വന്നു ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങളിൽ വളരെ പേർ ഇതിനകം മരിച്ചു കഴിഞ്ഞു. തോബ് ദേശത്തുണ്ടായിരുന്ന ഞങ്ങളുടെ സഹോദരർ എല്ലാവരും വധിക്കപ്പെട്ടു. ശത്രുക്കൾ അവരുടെ ഭാര്യമാരെയും കുട്ടികളെയും പിടിച്ചുകൊണ്ടുപോയി. സ്വത്തുക്കൾ കൈവശപ്പെടുത്തുകയും 1000-ഓളം പേരെ കൊല്ലുകയും ചെയ്തു. ഈ കത്ത് വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഗലീലയിൽ നിന്ന് കീറിയ വസ്ത്രങ്ങളോട് കൂടിയ വേറെ ചില ദൂതന്മാർ വന്ന് സമാനമായൊരു സന്ദേശം അറിയിച്ചു: ഞങ്ങളെ സമൂലം നശിപ്പിക്കാൻ ടോളമായിസ്, ടൈർ, സീദോൻ, ഗലീലി എന്നിവിടങ്ങളിൽ നിന്ന് ആളുകൾ ഒന്നിച്ചണിനിരന്നിരിക്കുന്നു. യൂദാസും ജനങ്ങളും ഈ വാർത്തകൾ കേട്ടയുടനെ ദുരിതമനുഭവിക്കുകയും ശത്രുക്കളുടെ ആക്രമണത്തിന് ഇരയാവുകയും ചെയ്യുന്ന സഹോദരർക്കു വേണ്ടി എന്തു ചെയ്യണമെന്ന് തീരുമാനിക്കാൻ വലിയൊരു സമ്മേളനം വിളിച്ചുകൂട്ടി. യൂദാസ് സഹോദരനായ ശിമയോനോട് പറഞ്ഞു: വേണ്ടത്ര ആളുകളെയും കൂട്ടി ഗലീലയിൽ ചെന്ന് സഹോദരരെ രക്ഷിക്കുക. ഞാനും സഹോദരൻ ജോനാഥാനും ഗിലെയാദിലേക്ക് പോകാം. സക്കറിയായുടെ പുത്രൻ ജോസഫിനെയും നേതാക്കന്മാരിൽ ഒരുവനായ അസറിയായെയും ബാക്കി സേനകളോട് കൂടി യൂദയ കാക്കാൻ ഏർപ്പെടുത്തി. അവൻ അവരോട് ആജ്ഞാപിച്ചു: ഈ ജനങ്ങളുടെ മേൽനോട്ടം ഏറ്റെടുക്കുവിൻ. എന്നാൽ ഞങ്ങൾ മടങ്ങി വരുന്നതുവരെ വിജാതീയരോട് യുദ്ധത്തിൽ ഏർപ്പെടരുത്. അനന്തരം ശിമയോനോടുകൂടെ ഗലീലിയിലേക്ക് പോകാൻ 3000 പേരും യൂദാസിനോടുകൂടെ ഗിലെയാദിലേക്ക് 8000 പേരും നിയോഗിക്കപ്പെട്ടു. ശിമയോൻ ഗലീലിയിൽ ചെന്ന് വിജാതീയർക്കെതിരെ നിരവധി യുദ്ധങ്ങൾ ചെയ്ത് അവരെ തോൽപ്പിച്ചു. ടോളമായിസിൻ്റെ കവാടം വരെ അവൻ അവരെ പിന്തുടർന്നു. 3000-ഓളം പേരെ വധിച്ചു, അവരെ കൊള്ളയടിച്ചു. അതിനുശേഷം അവൻ ഗലീലിയിലെയും അർബത്തായിലെയും യഹൂദരെ അവരുടെ ഭാര്യമാരോടും കുഞ്ഞുങ്ങളോടും വസ്തുവകകളോടും കൂടി ആഹ്ലാദപൂർവ്വം യൂദയായിലേക്ക് കൊണ്ടുപോയി. യൂദാസ് മക്കബേയൂസും സഹോദരൻ ജോനാഥാനും ജോർദാൻ കടന്ന് മരുഭൂമിയിലൂടെ 3 ദിവസത്തെ യാത്ര പിന്നിട്ടു. അവിടെ നബത്തയർ അവരെ സ്വാഗതം ചെയ്യുകയും ഗിലെയാദിലുള്ള സഹോദരർക്ക് സംഭവിച്ചവയെല്ലാം അറിയിക്കുകയും ചെയ്തു. അവരിൽ അനേകം പേരെ ബൊസ്ര, ബോസോർ, അലമ, കാസ്ഫോ, മാഖെദ്, കാർനയിം എന്നീ നഗരങ്ങളിൽ ബന്ധനസ്ഥരാക്കിയിരിക്കുകയാണ്. ഇവ സുശക്തങ്ങളായ പട്ടണങ്ങളാണ്. കുറേ പേരെ ഗിലെയാദിലെ മറ്റു നഗരങ്ങളിലും അടച്ചിട്ടിരിക്കുന്നു. നാളെ തന്നെ കോട്ടകൾ ആക്രമിക്കുന്നതിനും ഒരു ദിവസം കൊണ്ട് ആളുകളെ സമൂലം നശിപ്പിക്കുന്നതിനും ശത്രുക്കൾ ഒരുങ്ങുന്നു. യൂദാസും സൈന്യവും തിടുക്കത്തിൽ അവിടെ നിന്ന് തിരിച്ച് മരുഭൂമിയിലൂടെ യാത്ര ചെയ്ത് ബൊസ്രായിൽ എത്തി. അവൻ നഗരം കീഴടക്കി പുരുഷന്മാരെ എല്ലാവരെയും വാളിനിരയാക്കി. വസ്തുവകകൾ കൊള്ളയടിച്ചതിനു ശേഷം അവൻ നഗരം തീവച്ചു നശിപ്പിച്ചു. രാത്രിയായപ്പോൾ അവൻ അവിടെ നിന്ന് പുറപ്പെട്ട് ദത്തേമ കോട്ട വരെ എത്തി. പ്രഭാതത്തിൽ അസംഖ്യം ആളുകൾ കോട്ട പിടിച്ചടക്കാനും അതിലുള്ള യഹൂദരെ ആക്രമിക്കാനും കോവണികളും യന്ത്രമുട്ടികളുമായി മലയിൽ നിന്ന് ഇറങ്ങി വരുന്നത് കണ്ടു. യുദ്ധം തുടങ്ങിക്കഴിഞ്ഞെന്നും നഗരത്തിൻ്റെ വിലാപം വലിയ നിലവിളികളോടും കാഹളധ്വനികളോടും കൂടി
സ്വർഗത്തിലേക്ക് ഉയരുന്നു എന്നും യൂദാസ് കണ്ടു. അവൻ തൻ്റെ അണികളോട് പറഞ്ഞു, നിങ്ങളുടെ സഹോദരർക്കു വേണ്ടി ഇന്ന് പൊരുതുവിൻ. സൈന്യത്തെ 3 ഗണമായി തിരിച്ചു. അവൻ ശത്രുനിരയുടെ പിന്നിലെത്തി. അവൻ്റെ സൈന്യഗണങ്ങൾ കാഹളം മുഴക്കുകയും ഉച്ചത്തിൽ പ്രാർത്ഥിക്കുകയും ചെയ്തു. മക്കബെയൂസാണ് തങ്ങളെ നേരിടാൻ വരുന്നതെന്നറിഞ്ഞ് തിമോത്തയോസിൻ്റെ സൈന്യം പിന്തിരിഞ്ഞോടി. യൂദാസ് അവർക്ക് കനത്ത ആഘാതം ഏൽപ്പിച്ചു. ഏകദേശം 8000 പേർ അന്ന് വധിക്കപ്പെട്ടു. പിന്നെ അവൻ അലേമായിലേക്ക് തിരിഞ്ഞു. അതിനെ യുദ്ധത്തിൽ കീഴ്പ്പെടുത്തി. അവിടെയുണ്ടായിരുന്ന എല്ലാ പുരുഷന്മാരെയും വധിച്ചു. പട്ടണം കൊള്ളയടിച്ചതിനു ശേഷം അത് തീവച്ച് നശിപ്പിക്കുകയും ചെയ്തു. തുടർന്ന് അവൻ കാസ്ഫോ, മാക്കെദ്, ബോസോർ എന്നിവയും ഗിലെയാദിലെ മറ്റു നഗരങ്ങളും പിടിച്ചടക്കി. തിമോത്തയോസ് മറ്റൊരു സൈന്യത്തെ ശേഖരിച്ച് നദിയുടെ മറുകരയിൽ റാഫോണിനെതിരെ പാളയമടിച്ചു. അവരുടെ നീക്കങ്ങൾ അറിയുന്നതിന് യൂദാസ് ചാരന്മാരെ അയച്ചു. അവർ മടങ്ങി വന്നു പറഞ്ഞു, നമുക്ക് ചുറ്റുമുള്ള സകല വിജാതീയരും അവൻ്റെ പക്ഷത്തുണ്ട്. അത് വലിയൊരു സൈന്യമാണ്. സഹായത്തിന് അറബികളെ അവർ കൂലിക്കെടുത്തിട്ടുണ്ട്. നിന്നോട് യുദ്ധം ചെയ്യാൻ തയ്യാറായി അവർ നദിക്ക് അക്കരെ പാളയമടിച്ചിരിക്കുകയാണ്. ഇതു കേട്ട യൂദാസ് അവരെ നേരിടാൻ പുറപ്പെട്ടു. യൂദാസും സൈന്യവും നദിക്ക് സമീപമെത്തിയപ്പോൾ തിമോത്തയോസ് തൻ്റെ സേനാധിപന്മാരോട് പറഞ്ഞു, അവൻ ആദ്യം നദി കടന്നു വരുന്നെങ്കിൽ നമുക്ക് അവനെ ചെറുക്കുക സാധ്യമല്ല. അവൻ നമ്മെ തോൽപ്പിക്കും എന്നത് തീർച്ച തന്നെ. മറിച്ച് ഭയം തോന്നി അവൻ അക്കരെ തന്നെ പാളയമടിച്ചാൽ നമുക്ക് നദി കടന്നു ചെന്ന് അവനെ തോൽപ്പിക്കാം. നദിയുടെ കരയ്ക്ക് എത്തിയപ്പോൾ യൂദാസ് ജനങ്ങളിലെ നിയമജ്ഞന്മാരെ അവിടെ കാവൽ നിർത്തി. അവൻ അവരോട് കൽപ്പിച്ചു, ആരെയും പാളയമടിക്കാൻ അനുവദിക്കരുത്. എല്ലാവരും യുദ്ധത്തിലേർപ്പെടട്ടെ. അവൻ ശത്രുക്കൾക്കെതിരെ ആദ്യം നദി കടന്നു. സൈന്യം അവനെ അനുഗമിച്ചു. വിജാതീയർ പരാജിതരായി. ആയുധങ്ങൾ ഉപേക്ഷിച്ച് അവർ കാർണയീമിലെ ക്ഷേത്രത്തിൽ അഭയം തേടി. യൂദാസ് നഗരം പിടിച്ചടക്കി. ക്ഷേത്രത്തെ അതിലുള്ള എല്ലാവരോടും കൂടി അഗ്നിക്കിരയാക്കി. അങ്ങനെ കാർണയീം കീഴടക്കപ്പെട്ടു. യൂദാസിനോട് എതിർത്ത് നിൽക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. യൂദാദേശത്തേക്ക് പോകാൻ വലുപ്പച്ചെറുപ്പ ഭേദമെന്നിയെ ഗിലെയാദിലെ സകല ഇസ്രായേൽക്കാരെയും അവരുടെ ഭാര്യമാരോടും കുഞ്ഞുങ്ങളോടും വസ്തുവകകളോടും കൂടി യൂദാസ് ഒരുമിച്ച് കൂട്ടി. വലിയൊരു സംഘമായിരുന്നു അത്. അവർ എഫ്രോണിലെത്തി. അത് മാർഗമധ്യേയുള്ള വലുതും സുശക്തവുമായ ഒരു പട്ടണമായിരുന്നു. വലത്തോട്ടോ ഇടത്തോട്ടോ തിരിഞ്ഞ് അതിനെ ചുറ്റിപ്പോകുക സാധ്യമായിരുന്നില്ല. അതിലൂടെ തന്നെ പോകേണ്ടിയിരുന്നു. നഗരവാസികൾ കവാടങ്ങളിൽ കല്ലുകൾ വെച്ച് അവരെ പ്രതിരോധിച്ചു. അപ്പോൾ യൂദാസ് അവർക്ക് ഈ സൗഹൃദ സന്ദേശം കൊടുത്തുവിട്ടു, ഞങ്ങൾ നിങ്ങളുടെ ദേശത്തുകൂടി ഞങ്ങളുടെ നാട്ടിലേക്ക് കടന്നു പോയിക്കൊള്ളട്ടെ. ആരും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല. കാൽനടയായി ഞങ്ങൾ പൊയ്ക്കൊള്ളാം. എന്നാൽ വാതിൽ തുറന്നു കൊടുക്കാൻ അവർ വിസമ്മതിച്ചു. അതാതിടങ്ങളിൽ നിലയുറപ്പിക്കാൻ യൂദാസ് സൈന്യത്തിന് ആജ്ഞ നൽകി. സൈന്യം നിലയുറപ്പിച്ചു. അന്നു പകലും രാത്രിയും അവർ നഗരത്തിനെതിരെ യുദ്ധം ചെയ്തു. നഗരം അവൻ്റെ പിടിയിലായി. പുരുഷന്മാരെയെല്ലാം അവൻ വാളുനിരയാക്കി. നഗരം ഇടിച്ചു നിരത്തി കൊള്ളയടിച്ചു. മൃതദേഹങ്ങളുടെ മീതെ കൂടെ അവൻ നഗരം കടന്നു. അനന്തരം അവർ ജോർദാൻ കടന്ന് ബെത്ശാനിന് എതിരെയുള്ള വിസ്തൃതമായ സമതലത്തിലെത്തി. യൂദാദേശത്ത് എത്തുന്നതുവരെ യാത്രയിൽ ഉടനീളം യൂദാസ് ജനങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും പിറകിലായി പോകുന്നവരെ ഒരുമിച്ച് കൂട്ടുകയും ചെയ്തുകൊണ്ടിരുന്നു. ആർക്കും ജീവഹാനി സംഭവിക്കാതെ എല്ലാവരും സുരക്ഷിതരായി മടങ്ങിയെത്തി. അതിനാൽ സന്തോഷത്തോടും ആഹ്ലാദത്തോടും കൂടി അവർ സിയോൻ മലയിലേക്ക് പോയി ദഹനബലികൾ അർപ്പിച്ചു. യാമ്നിയായിൽ തോൽവി. യൂദാസും ജോനാഥാനും ഗിലെയാദിലും അവരുടെ സഹോദരൻ ഷിമയോൻ ടോളമായേസിനെതിരെയുള്ള ഗലീലയിലുമായിരിക്കുമ്പോൾ അവരുടെ ധീരപരാക്രമങ്ങളെയും വീരോചിതമായ യുദ്ധത്തെയും കുറിച്ച് സേനാനായകന്മാരായ അസറിയായും സക്കറിയായുടെ പുത്രൻ ജോസഫും കേട്ടു. അവർ പറഞ്ഞു, നമുക്കും കീർത്തി നേടാം. നമുക്ക് ചുറ്റുമുള്ള വിജാതീയരോട് യുദ്ധം ചെയ്യാം. അവർ തങ്ങളുടെ സൈന്യനിരകൾക്ക് ആജ്ഞ കൊടുത്തു. അവർ യാമ്നിയായ്ക്കെതിരെ നീങ്ങി. ഗോർജിയാസും സൈന്യവും അവരെ നേരിടാൻ പട്ടണത്തിന് പുറത്തു വന്നു. അവർ ജോസഫിനെയും അസറിയായെയും തുരത്തി. യൂദായുടെ അതിർത്തികൾ വരെ അവരെ ഓടിച്ചു. ഇസ്രായേൽക്കാരിൽ 2000-ഓളം പേർ അന്ന് മരിച്ചു വീണു.
യൂദാസിനെയും സഹോദരന്മാരെയും അനുസരിക്കാതെ ധീരകൃത്യം ചെയ്യാൻ മോഹിച്ച സേനാനായകന്മാർ നിമിത്തം ജനത്തിന് ഈ കനത്ത പരാജയം സഹിക്കേണ്ടി വന്നു. എന്നാൽ ഇസ്രായേലിന് മോചനം നേടിക്കൊടുത്തവരുടെ കുടുംബത്തിൽപ്പെട്ടവരായിരുന്നില്ല ഇവർ. യൂദാസും സഹോദരന്മാരും ഇസ്രായേലിലും വിജാതീയരുടെ ഇടയിലും അവരുടെ നാമം അറിയപ്പെട്ട എല്ലായിടത്തും സമാദരിക്കപ്പെട്ടു. ജനങ്ങൾ അവർക്ക് ചുറ്റും കൂടി അവരെ പുകഴ്ത്തി. പിന്നീട് യൂദാസും സഹോദരന്മാരും തെക്കോട്ട് സൈന്യത്തെ നയിച്ച് ഏസാവ് വംശജരോട് യുദ്ധം ചെയ്തു. ഹെബ്രോണും അതിൻ്റെ ഗ്രാമങ്ങളും അവൻ കീഴ്പ്പെടുത്തി. കോട്ടകൾ തകർത്തു. ചുറ്റുമുള്ള ഗോപുരങ്ങൾ അഗ്നിക്കിരയാക്കി. അനന്തരം ഫിലിസ്തീ ദേശം ആക്രമിക്കാൻ അവൻ മരീസായിലൂടെ കടന്നുപോയി. അന്ന് തങ്ങളുടെ ധീരത പ്രദർശിപ്പിക്കാൻ ബുദ്ധിശൂന്യമായി യുദ്ധത്തിന് പുറപ്പെട്ട ഏതാനും പുരോഹിതന്മാർ മരിച്ചു വീണു. യൂദാസ് ഫിലിസ്തീ ദേശത്തെ അസോത്തൂസിലേക്ക് തിരിച്ചു. അവൻ അവരുടെ ബലിപീഠങ്ങൾ തകർത്തു. ദേവന്മാരുടെ കൊത്തുവിഗ്രഹങ്ങൾ തീയിലിട്ടു ചുട്ടു. നഗരങ്ങൾ കൊള്ളയടിച്ചതിനു ശേഷം അവൻ യൂദാദേശത്തേക്ക് മടങ്ങി. 6-ാം അധ്യായം. അന്തിയോക്കസ് എപ്പിഫാനസിന്റെ മരണം. അന്തിയോക്കസ് രാജാവ് ഉത്തരപ്രവിശ്യകളിലൂടെ കടന്നു പോകുമ്പോൾ പേർഷ്യയിലെ എലിമായിസ് സ്വർണത്തിനും വെള്ളിക്കും പ്രശസ്തിയാർജിച്ച ഒരു നഗരമാണെന്ന് കേട്ടു. ഫിലിപ്പിന്റെ പുത്രനും ഗ്രീക്കുകാരെ ആദ്യം ഭരിച്ച മക്കതോനിയ രാജാവുമായ അലക്സാണ്ടർ ഉപേക്ഷിച്ചിട്ടു പോയ സ്വർണപരിചകൾ, കവചങ്ങൾ, ആയുധങ്ങൾ എന്നിവ സൂക്ഷിക്കപ്പെട്ടിരുന്നു. അവിടുത്തെ ക്ഷേത്രം വളരെ സമ്പന്നമായിരുന്നു. അതിനാൽ അന്തിയോക്കസ് വന്ന് നഗരം പിടിച്ചടക്കി കൊള്ള ചെയ്യാൻ ശ്രമിച്ചു. പക്ഷേ അത് സാധിച്ചില്ല. കാരണം അവന്റെ തന്ത്രം മനസ്സിലാക്കിയ നഗരവാസികൾ അവനോട് യുദ്ധം ചെയ്തു ചെറുത്തുനിന്നു. യുദ്ധക്കളത്തിൽ നിന്ന് പലായനം ചെയ്ത അന്തിയോക്കസ് ഭഗ്നാശനായി ബാബിലോണിലേക്ക് പിൻവാങ്ങി. യൂദാദേശം ആക്രമിക്കാൻ പോയ സൈന്യം പരാജയപ്പെട്ടുവെന്ന് പേർഷ്യയിൽ വെച്ച് ഒരു ദൂതൻ അന്തിയോക്കസിനെ അറിയിച്ചു. ലിസിയാസ് ആദ്യം ശക്തമായൊരു സൈന്യവുമായി ചെന്നെങ്കിലും യഹൂദർ അവനെ തുരത്തിയോടിച്ചു. തങ്ങൾ തോൽപ്പിച്ച സൈന്യങ്ങളിൽ നിന്ന് പിടിച്ചെടുത്ത ആയുധങ്ങൾ, വിഭവങ്ങൾ, കൊള്ളവസ്തുക്കൾ എന്നിവ കൊണ്ട് യഹൂദരുടെ ശക്തി വർദ്ധിച്ചിരിക്കുന്നു. ജെറുസലേമിലെ ബലിപീഠത്തിൽ അവൻ സ്ഥാപിച്ച മ്ലേച്ഛ വിഗ്രഹം അവർ തച്ചുടച്ചു. വിശുദ്ധ മന്ദിരത്തിന് ചുറ്റും മുൻപുണ്ടായിരുന്ന പോലെ ഉയരമുള്ള മതിലുകൾ പണിയുകയും അവന്റെ നഗരമായ ബത്സൂറിനെ കോട്ട കെട്ടി സുശക്തമാക്കുകയും ചെയ്തിരിക്കുന്നു. ഈ വാർത്ത കേട്ടപ്പോൾ രാജാവ് അത്ഭുതസ്തബ്ധനായി. തൻ്റെ പദ്ധതികൾ അനുസരിച്ച് കാര്യങ്ങൾ നടക്കാഞ്ഞതുമൂലം ദുഃഖാർത്തനും രോഗിയുമായി തീർന്ന അവൻ കിടപ്പിലായി. ആഴമേറിയ ദുഃഖത്തിന് അധീനനായി തീർന്ന അവൻ വളരെ നാൾ കിടക്കയിൽ തന്നെ കഴിഞ്ഞു. മരണമടുത്തുവെന്ന് അവന് ഉറപ്പായി. അതിനാൽ സുഹൃത്തുക്കളെ അടുക്കൽ വിളിച്ചു പറഞ്ഞു, എനിക്ക് ഉറക്കമില്ലാതായിരിക്കുന്നു. ആകുലതയാൽ എൻ്റെ ഹൃദയം തകരുന്നു. ഞാൻ എന്നോട് തന്നെ പറഞ്ഞു പോകുന്നു, പ്രതാപകാലത്ത് ദയാലുവും ജനസമ്മതനുമായിരുന്ന എനിക്ക് എത്ര വലിയ ദുരിതമാണ് വന്നു ഭവിച്ചിരിക്കുന്നത്. എത്ര ആഴമുള്ള കയത്തിൽ ഞാൻ വീണുപോയിരിക്കുന്നു. ജെറുസലേമിൽ ഞാൻ ചെയ്ത അകൃത്യങ്ങൾ ഞാൻ ഓർക്കുന്നു. അവളുടെ കനകരജത പാത്രങ്ങളെല്ലാം ഞാൻ കവർച്ച ചെയ്തു. ഒരു കാരണവും കൂടാതെ യൂദാനിവാസികളെ നശിപ്പിക്കാൻ ഞാൻ സൈന്യത്തെ വിട്ടു. ഇതിനാലാണ് ഈ അനർത്ഥങ്ങൾ എനിക്ക് വന്നുകൂടിയത് എന്ന് ഞാൻ അറിയുന്നു. ഇതാ അന്യദേശത്ത് കിടന്ന് ദുഃഖാധിക്യത്താൽ ഞാൻ മരിക്കുന്നു. അന്തിയോക്കസ് അഞ്ചാമൻ. അനന്തരം അവൻ സ്നേഹിതന്മാരിൽ ഒരുവനായ ഫിലിപ്പിനെ വിളിച്ച് അവനെ തൻ്റെ സാമ്രാജ്യത്തിൻ്റെ അധിപനായി നിയമിച്ചു. തൻ്റെ പുത്രനായ അന്തിയോക്കസിനെ കിരീടാവകാശിയായി വളർത്തിക്കൊണ്ടുവരണം എന്ന നിർദ്ദേശത്തോടുകൂടി അവൻ ഫിലിപ്പിന് തൻ്റെ കിരീടവും മേലങ്കിയും മുദ്രമോതിരവും നൽകി. അന്തിയോക്കസ് രാജാവ് 141 വർഷം അവിടെ വെച്ച് മരണമടഞ്ഞു. രാജാവ് മരിച്ചതറിഞ്ഞ് ലിസിയാസ് രാജാവിൻ്റെ പുത്രനും താൻ ബാല്യം മുതലേ വളർത്തിക്കൊണ്ടുവന്നവനുമായ അന്തിയോക്കസിനെ രാജ്യഭാരമേൽപ്പിക്കുകയും അവന് യുപ്പാത്തോർ എന്നു പേര് നൽകുകയും ചെയ്തു. ലിസിയാസിൻ്റെ 2ാം ആക്രമണം. ഇക്കാലത്ത് കോട്ടയിലുണ്ടായിരുന്നവർ വിശുദ്ധ മന്ദിരത്തിന് ചുറ്റും ഇസ്രായേലിനെ വളഞ്ഞ് അവരെ ദ്രോഹിക്കാനും വിജാതീയരെ ശക്തിപ്പെടുത്താനും കിണഞ്ഞു പരിശ്രമിക്കുകയായിരുന്നു. അവരെ നശിപ്പിക്കാൻ യൂദാസ് നിശ്ചയിച്ചു. അതിനായി അവൻ ജനത്തെ വിളിച്ചുകൂട്ടി. 150-ാം വർഷം അവർ ഒത്തൊരുമിച്ച് കോട്ട ആക്രമിച്ചു. ഉപരോധത്തിനായി യൂദാസ് ഗോപുരങ്ങളും യന്ത്രമുട്ടികളും സ്ഥാപിച്ചു.
എന്നാൽ ശത്രുക്കളുടെ കാവൽ സേനയിൽ ചിലർ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. അധർമ്മികളായ കുറേ ഇസ്രായേല്യരും അവരോടുകൂടെ ചേർന്നു. അവർ രാജാവിൻ്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു, നീതി നടത്താനും ഞങ്ങളുടെ സഹോദരന്മാർക്കു വേണ്ടി പ്രതികാരം ചെയ്യാനും അങ്ങ് എത്ര കാലം വൈകും? അങ്ങയുടെ പിതാവിനെ സേവിക്കാനും അവൻ്റെ കൽപ്പനകൾ പാലിക്കാനും ആജ്ഞകൾ അനുസരിക്കാനും ഞങ്ങൾ തയ്യാറായിരുന്നു. അതിൻ്റെ പേരിൽ ഞങ്ങളുടെ ആളുകൾ തന്നെ കോട്ട ആക്രമിക്കുകയും ഞങ്ങളുടെ ശത്രുക്കളാവുകയും ചെയ്തിരിക്കുന്നു. മാത്രമല്ല, ഞങ്ങളിൽ പിടികിട്ടിയവരെ അവർ വധിക്കുകയും ഞങ്ങളുടെ വസ്തുവകകൾ കൈയടക്കുകയും ചെയ്തു. ഞങ്ങളെ മാത്രമല്ല, അയൽ രാജ്യങ്ങളെയും അവർ ആക്രമിച്ചിരിക്കുന്നു. ഇപ്പോൾ അവർ ജെറുസലേം കോട്ട പിടിച്ചടക്കാൻ അതിനെതിരെ പാളയമടിച്ചിരിക്കുകയാണ്. വിശുദ്ധ മന്ദിരവും ബത്സൂറും അവർ കോട്ട കെട്ടി സുരക്ഷിതമാക്കി കഴിഞ്ഞു. അങ്ങ് അവരെ ഉടനെ തടയുന്നില്ലെങ്കിൽ അവർ ഇനിയും മുന്നേറും. പിന്നീട് അവരെ നിയന്ത്രണത്തിലാക്കാൻ അങ്ങേക്ക് സാധിക്കാതെ വരും. ഇത് കേട്ട് രാജാവ് ക്രുദ്ധനായി. അവൻ സ്നേഹിതരെയും സൈന്യാധിപന്മാരെയും അധികാരികളെയും വിളിച്ചുകൂട്ടി. അന്യരാജ്യങ്ങളിലും ദ്വീപുകളിലും നിന്നുള്ള കൂലിപ്പട്ടാളവും അവനോട് ചേർന്നു. 1,00,000 ഭടന്മാരും 20,000 കുതിരപ്പടയാളികളും യുദ്ധപരിചയമുള്ള 32 ആനകളും അടങ്ങിയതായിരുന്നു അവൻ്റെ സൈന്യം. അവർ ഇതുമയായിലൂടെ കടന്ന് ബത്സൂറിനെതിരെ പാളയമടിച്ചു. യന്ത്രമുട്ടിയും സ്ഥാപിച്ച് അനേകം ദിവസം യുദ്ധം ചെയ്തു. എന്നാൽ യഹൂദർ കോട്ടയ്ക്ക് പുറത്തു വന്ന് ഇവ തീവച്ച് നശിപ്പിക്കുകയും പൗരുഷത്തോടെ പൊരുതുകയും ചെയ്തു. യൂദാസ് കോട്ടയിൽ നിന്ന് പിൻവാങ്ങി രാജാവിൻ്റെ പാളയത്തിനെതിരെ ബത്സക്കറിയായിൽ പാളയമടിച്ചു. അതിരാവിലെ രാജാവ് സൈന്യത്തെ ബത്സക്കറിയായിലേക്കുള്ള വഴിയിലൂടെ അതിവേഗം നയിച്ചു. അവൻ യുദ്ധത്തിന് തയ്യാറായി കാഹളം മുഴക്കി. മുന്തിരിച്ചാറും മൾബറി നീരും നൽകി അവർ ആനകളുടെ യുദ്ധവീര്യം ഉണർത്തി. സേനാവ്യൂഹത്തിൽ പലയിടത്തായി അവയെ നിർത്തി. ഓരോ ആനയോടും കൂടെ ഇരുമ്പ് കവചവും പിത്തളത്തൊപ്പിയും ധരിച്ച 1000 ഭടന്മാരെയും സമർത്ഥരായ 500 കുതിരപ്പടയാളികളെയും നിർത്തി. അവർ ആനയുടെ അടുക്കൽ സജ്ജരായി നിന്നു. അത് പോകുന്നിടത്തേക്ക് അവരും പോയി. അവർ അതിനെ വിട്ടുമാറിയില്ല. ഓരോ ആനയുടെയും പുറത്ത് തടികൊണ്ടുള്ള സുശക്തവും മറയ്ക്കപ്പെട്ടിരുന്നതുമായ അമ്പാരി ഉണ്ടായിരുന്നു. പ്രത്യേകമായ പടച്ചമയങ്ങൾ കൊണ്ടാണ് അവയെ ആനയോട് ബന്ധിച്ചിരുന്നത്. ഓരോന്നിലും യുദ്ധം ചെയ്യുന്ന ആയുധധാരികളായ 4 പടയാളികളും ഇന്ത്യക്കാരനായ പാപ്പാനും ഉണ്ടായിരുന്നു. കുതിരപ്പടയാളികളിൽ ശേഷിച്ചവർ ശത്രുക്കളെ ആക്രമിക്കാൻ സൈന്യത്തിൻ്റെ ഇരുപാർശ്വങ്ങളിലും നിലയുറപ്പിച്ചു. സേനാവ്യൂഹം അവർക്ക് സംരക്ഷണം നൽകി. സ്വർണവും പിത്തളയും കൊണ്ടുള്ള പരിചകളിൽ തട്ടി സൂര്യപ്രകാശം പ്രതിഫലിച്ചപ്പോൾ കുന്നുകൾ തിളങ്ങുകയും കത്തുന്ന പന്തങ്ങൾ പോലെ കാണപ്പെടുകയും ചെയ്തു. രാജസൈന്യത്തിൽ ഒരു വിഭാഗം ഉയർന്ന കുന്നുകളിലൂടെയും മറ്റേ വിഭാഗം സമതലത്തിലൂടെയും ക്രമമായി ധീരതയോടെ മുന്നേറി. ആ വലിയ പടനീക്കത്തിൻ്റെ ആരവവും ആയുധങ്ങളുടെ ഇരമ്പലുകളും കേട്ടവരെല്ലാം ഭയചകിതരായി. ആ വ്യൂഹം അത്രയ്ക്ക് വലുതും ശക്തവുമായിരുന്നു. യൂദാസും സൈന്യവും അവരോട് ഏറ്റുമുട്ടി. രാജസൈന്യത്തിലെ 600 പേർ കൊല്ലപ്പെട്ടു. അവരാൻ എന്ന് വിളിക്കപ്പെടുന്ന എലയാസർ യുദ്ധമൃഗങ്ങളിൽ ഒന്നിന്മേൽ രാജകീയമായ പടച്ചട്ട സജ്ജീകരിച്ചിരിക്കുന്നതായി കണ്ടു. മറ്റുള്ളവയേക്കാൾ ഉയരമുണ്ടായിരുന്നു ആ മൃഗത്തിന്. രാജാവ് അതിൻ്റെ പുറത്തായിരിക്കും എന്ന് അവൻ കരുതി. സ്വജനങ്ങളെ രക്ഷിക്കാനും തനിക്ക് ശാശ്വത കീർത്തി നേടാനും വേണ്ടി അവൻ ജീവൻ സമർപ്പിക്കാൻ സന്നദ്ധനായി. ആ മൃഗത്തിൻ്റെ അടുക്കലെത്താൻ അവൻ വീറോടെ സൈന്യവ്യൂഹത്തിനിടയിലേക്ക് കുതിച്ചു. ഇടത്തും വലത്തുമുള്ളവരെ അവൻ അരിഞ്ഞു വീഴ്ത്തി. ശത്രുക്കൾ ഇരുവശങ്ങളിലേക്കും ചിതറി. അവൻ ചെന്ന് ആനയുടെ കീഴെയെത്തി അതിനെ അടിയിൽ നിന്ന് കുത്തിക്കൊന്നു. അത് അവൻ്റെ മേൽ വീണ് അവൻ അവിടെ വെച്ച് തന്നെ മരിച്ചു. രാജസൈന്യത്തിൻ്റെ ശക്തിയും ഭീകരമായ ആക്രമണവും കണ്ട് യഹൂദർ പിന്തിരിഞ്ഞോടി. രാജാവിൻ്റെ പടയാളികൾ അവർക്കെതിരെ ജെറുസലേമിലേക്ക് നീങ്ങി. അവർ യൂദായിലും സിയോൻ മലയിലും പാളയമടിച്ചു. രാജാവ് ബത്സൂർ നിവാസികളുമായി സമാധാന ഉടമ്പടി ചെയ്തു. അവർ നഗരം ഒഴിഞ്ഞുകൊടുത്തു. കാരണം ഉപരോധത്തെ ചെറുക്കാൻ വേണ്ടത്ര ഭക്ഷണ സാധനങ്ങൾ അവർക്ക് ഉണ്ടായിരുന്നില്ല. അത് ദേശത്തിൻ്റെ സാപത്ത് വർഷമായിരുന്നു. അങ്ങനെ രാജാവ് ബത്സൂർ കൈവശപ്പെടുത്തി അവിടെ ഒരു കാവൽ സൈന്യത്തെ ഏർപ്പെടുത്തുകയും ചെയ്തു. അനന്തരം
അവൻ വിശുദ്ധ മന്ദിരത്തിന് മുൻപിൽ പാളയമടിച്ചു. വളരെ നാൾ അവിടെ കഴിഞ്ഞു. അവൻ ഉപരോധ ഗോപുരങ്ങളും അഗ്നിയും കല്ലും വർഷിക്കാൻ ഉതകുന്ന യന്ത്രങ്ങളും അമ്പ് എയ്യാനുള്ള ഉപകരണങ്ങളും തെറ്റാലികളും സജ്ജമാക്കി. അവരുടേതിനോട് കിടപിടിക്കുന്ന യുദ്ധയന്ത്രങ്ങൾ നിർമ്മിച്ച് യഹൂദർ അവരെ ഏറെക്കാലത്തേക്ക് ചെറുത്തുനിന്നു. എന്നാൽ അത് 7-ാം വത്സരമായിരുന്നതിനാൽ കലവറകളിൽ ഭക്ഷണ സാധനങ്ങൾ ഇല്ലായിരുന്നു. വിജാതീയരിൽ നിന്ന് രക്ഷപ്പെട്ട് യൂദായിൽ അഭയം പ്രാപിച്ചവർ കലവറകളിൽ ശേഷിച്ചവയെല്ലാം ഭക്ഷിച്ചു കഴിഞ്ഞിരുന്നു. വിശുദ്ധ മന്ദിരത്തിൽ ഏതാനും പേർ മാത്രമേ അവശേഷിച്ചിരുന്നുള്ളൂ. ക്ഷാമം രൂക്ഷമായിരുന്നതിനാൽ മറ്റുള്ളവർ ചിതറി താന്താങ്ങളുടെ ഭവനങ്ങളിലേക്ക് പോയി. മതസ്വാതന്ത്ര്യം. തൻ്റെ മകൻ അന്തിയോക്കസിനെ കിരീടാവകാശിയായി വളർത്തുന്നതിന് അന്തിയോക്കസ് രാജാവ് മരണത്തിനു മുൻപ് നിയോഗിച്ചിരുന്ന ഫിലിപ്പ് രാജാവിനോട് കൂടെ പോയിരുന്ന പടയാളികളുമായി പേർഷ്യ, മേദിയ എന്നിവിടങ്ങളിൽ നിന്ന് മടങ്ങി വന്നുവെന്നും ഭരണം കൈയടക്കാൻ ശ്രമിക്കുന്നുവെന്നും ലിസിയാസ് കേട്ടു. അതിനാൽ പെട്ടെന്ന് സ്ഥലം വിടാൻ അവൻ കൽപ്പന നൽകി. രാജാവിനോടും സൈന്യാധിപന്മാരോടും ജനങ്ങളോടും അവൻ പറഞ്ഞു, നമ്മൾ ദിവസം ചെല്ലുംതോറും കൂടുതൽ ക്ഷീണിച്ചു വരുന്നു. ഭക്ഷണ സാധനങ്ങൾ ഇല്ലെന്ന് തന്നെ പറയാം. നാം ഉപരോധിക്കുന്ന സ്ഥലം സുശക്തമാണ്. രാജ്യകാര്യങ്ങളിൽ നമ്മുടെ അടിയന്തര ശ്രദ്ധ ആവശ്യമായും വന്നിരിക്കുന്നു. അതിനാൽ നമുക്ക് ഈ ജനത്തോടും രാജ്യത്തോടും ഉടമ്പടി ചെയ്ത് സമാധാനം സ്ഥാപിക്കാം. അവർ മുൻപത്തെ പോലെ സ്വന്തം നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കട്ടെ. നമ്മൾ അവരുടെ നിയമങ്ങൾ നീക്കിക്കളഞ്ഞതിൻ്റെ പേരിലാണല്ലോ അവർ കുപിതരായി ഈ വിധം പ്രവർത്തിച്ചത്. ഈ അഭിപ്രായം രാജാവിനും സൈന്യാധിപന്മാർക്കും സ്വീകാര്യമായി. രാജാവ് യഹൂദരുമായി സമാധാന ഉടമ്പടിക്ക് സന്ദേശമയച്ചു. അവർ അതിന് സമ്മതിച്ചു. രാജാവും സൈന്യാധിപന്മാരും ശപഥപൂർവം ഉറപ്പുകൊടുത്ത വ്യവസ്ഥകളിന്മേൽ യഹൂദർ ആ കോട്ട വിട്ടുപോയി. എന്നാൽ സിയോൻ മലയിലെത്തിയ രാജാവ് ആ സ്ഥലം എത്ര ബലവത്തായ കോട്ടയാണെന്ന് കണ്ടപ്പോൾ താൻ ചെയ്ത ശപഥം ലംഘിച്ച് അതിനു ചുറ്റുമുള്ള മതിലുകൾ തകർക്കാൻ ആജ്ഞ നൽകി. അനന്തരം അതിവേഗം അന്തിയോക്യയിലേക്ക് തിരിച്ചു. നഗരം ഫിലിപ്പ് കൈയടക്കിയിരിക്കുന്നതായി അവൻ കണ്ടു. ഉടനെ ഫിലിപ്പിനെതിരെ യുദ്ധം ചെയ്ത് അവൻ നഗരം വീണ്ടെടുത്തു.